ദി ഫ്രാഗ്രൻറ്റ് ഫ്ലവർ ബ്ലൂംസ് വിത്ത് ഡിഗ്നിറ്റി സീരീസിലെ എപ്പിസോഡ് 6ലേക്ക് എല്ലാവർക്കും വെൽക്കം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിനി സ്റ്റോറിയിലേക്ക് പോകാം. സുബരു ഒരു മെമ്മറി ഓർക്കുവാണ്. സുബരുവും വഗൂരിയും ചെറുതായിരുന്നപ്പോൾ പാർക്കിൽ കളിച്ച ഒരു മെമ്മറിയാണ്. ക്ലൈംബിംഗ് ഫ്രെയിമിലൂടെയൊക്കെ വലിഞ്ഞു കയറിയിട്ട് വഗൂരി നിലത്ത് വീഴും. ഇത് കണ്ട് പേടിച്ച് സുബരു കരഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ വഗൂരി പറയും, കരയല്ലേ സുബരു, ദേ നോക്കിയേ, എനിക്കൊന്നും പറ്റിയിട്ടില്ല, ഞാൻ ബാറ്റ്സിനെയൊക്കെ ഒന്ന് കോപ്പി അടിക്കാൻ നോക്കിയതല്ലേ. സുബരു ആണെങ്കിൽ കരച്ചിൽ നിർത്തുന്നേയില്ല. ഇങ്ങനെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒന്നും ചെയ്യല്ലേ വഗൂരി, എനിക്ക് ഭയങ്കര പേടിയാ. വഗൂരി അപ്പോൾ സുബരുവിനെ ആശ്വസിപ്പിക്കും. ശരി ശരി, ഞാൻ ഇനി അങ്ങനെയൊന്നും ചെയ്യില്ല. എൻ്റെ സുബരു ഭയങ്കര കൈൻഡായിട്ടുള്ള ഒരു കുട്ടിയാണല്ലോ, കരയണ്ടാട്ടോ, എനിക്കൊന്നും പറ്റിയിട്ടില്ല. ഇതൊക്കെ ഓർത്തിട്ട് സുബരു വഗൂരിനെ പറ്റി ആലോചിക്കുവാണ്. ചെറുപ്പം തൊട്ടേ അവൾ ഭയങ്കര അഡോറബിളായിട്ട് സ്ട്രോങ് ആൻഡ് കൂളായിട്ടുള്ള ഒരാളായിരുന്നു. ഞാനും അവളെപ്പോലെ സ്ട്രോങ് ആയിരുന്നുവെങ്കിലെന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുവാണ്. ഇനി സുബരു വഗൂരിനെ പാർക്കിൽ വെച്ച് മീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സീനാണ്. അവൾ പറയുവാണ് റിൻഡാരോനെ ഇങ്ങനെ മീറ്റ് ചെയ്ത കാര്യം. നിങ്ങളെ രണ്ടുപേരെയും ഞാൻ കഫേയിൽ വെച്ച് കണ്ടിരുന്നു. സോ നീ വീട്ടിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ അവനോട് പോയി സംസാരിച്ചു. ഇനി നിന്നെ ഒരിക്കലും മീറ്റ് ചെയ്യരുതെന്ന് ഞാൻ അവനോട് പറഞ്ഞു. സോറി, ഞാൻ ഭയങ്കര സെൽഫിഷായിട്ടാണ് ബിഹേവ് ചെയ്തത്. സുബരു ആകെ സങ്കടപ്പെട്ട് തലയൊക്കെ ഇങ്ങനെ താഴ്ത്തിപ്പിടിച്ച് നിൽക്കുവാണ്. അപ്പോൾ വഗൂരി പറയും, സുബരു, നീ പെട്ടെന്ന് സോറി പറഞ്ഞപ്പോൾ ഞാനങ്ങ് സർപ്രൈസ്ഡ് ആയിപ്പോയി. സ്കൂൾ ഗേറ്റിൻ്റെ അവിടെ വെച്ച് ഇഷ്യൂ ഉണ്ടായപ്പോഴാണ് എനിക്കും മനസ്സിലായത് ചിഡോറിയും കിക്കോയും തമ്മിൽ ഇത്രയും സീനുണ്ടെന്ന്. ഞാൻ കാരണം നിനക്കും ഒത്തിരി ടെൻഷനായല്ലേ. സുബരു ഇതൊക്കെ കേട്ടിട്ട് സർപ്രൈസ്ഡ് ആയിട്ട് നിൽക്കുവാണ്. അപ്പോൾ വഗൂരി പറയുന്നുണ്ട്, നീ റിൻഡാരോനോട് അങ്ങനെ പറഞ്ഞത് തന്നെ എനിക്ക് വേണ്ടിയിട്ടല്ലേ. ഈ സമയം സുബരു റിൻഡാരോനോട് പറഞ്ഞത് ഓർക്കുന്നുണ്ട്. എനിക്ക് വേറൊന്നും വേണ്ട, വഗൂരിയുടെ ഹാപ്പിനെസ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ മാത്രം കഴിഞ്ഞാൽ മതി. വഗൂരി പറയും, സുബരു, നീ നല്ല കൈൻഡായിട്ടുള്ള ഒരാളാണെന്ന് എനിക്കറിയാം. ഞാനായിട്ട് നിന്നെ ടെൻഷനാക്കിയെങ്കിൽ സോറി. ഈ സീനുകളിലൊക്കെ സുബരു സ്വന്തം ഫീലിങ്സുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. സുബരുവിന് മനസ്സിലാവുന്നില്ല വഗൂരി എന്തിനാ ഇങ്ങനെ സോറി പറയുന്നതെന്ന്. കാരണം മിസ്റ്റേക്ക് സുബരുവിൻ്റെ ഭാഗത്താണല്ലോ. അതുകൊണ്ട് സുബരുവിനെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഞാൻ റിൻഡാരോനോട് അങ്ങനെ സംസാരിച്ചതിന് ശേഷം എനിക്ക് സമാധാനമുണ്ടായിട്ടില്ല. വഗൂരിനെ കാണുമ്പോഴൊക്കെ അവൻ എങ്ങാനും നടന്നതൊക്കെ അവളോട് പറഞ്ഞോ എന്നുള്ള പേടിയായിരുന്നു. നടന്നതെങ്ങാനും വഗൂരി അറിഞ്ഞാൽ പിന്നെ എന്നെ ഇഷ്ടമല്ലാണ്ടായാലോ. ഇത്രയും ദിവസം ഞാൻ ഇതൊക്കെ ഓർത്ത് ടെൻഷൻ അടിച്ച് നടക്കുമായിരുന്നു. പക്ഷേ വഗൂരി എന്നോട് സംസാരിച്ചതിൽ നിന്നൊക്കെ ഞാൻ ഗെസ് ചെയ്തു അവനൊന്നും അവളോട് പറഞ്ഞിട്ടില്ലാന്ന്. ഈ ഗിൽറ്റി ഫീലിംഗ് എന്നെ വളരെയധികം ശ്വാസം മുട്ടിക്കുകയായിരുന്നു. എന്നെക്കൊണ്ട് ഇനി സഹിക്കാൻ പറ്റില്ല എന്നായപ്പോഴാണ് ഞാൻ വഗൂരിനോട് പാർക്കിലേക്ക് വരാൻ പറഞ്ഞത്. അങ്ങനെ എല്ലാം തുറന്നു പറഞ്ഞ് അവസാനിപ്പിക്കാമല്ലോ. ഞാൻ എന്തൊരു മോശം വ്യക്തിയാണ്. സുബരു പിന്നെ അങ്ങോട്ട് കരയാൻ തുടങ്ങുവാണ്. അവളെല്ലാം തുറന്നു പറഞ്ഞിട്ടും വഗൂരി അവളെ ഒട്ടും ബ്ലെയിം ചെയ്തില്ലല്ലോ. അത് കേട്ടപ്പോൾ സുബരുവിന് ആശ്വാസം ആവുകയും ചെയ്തു. അതാണ് അവൾക്ക് സഹിക്കാൻ പറ്റാത്തത്. സുബരു ആലോചിക്കുവാണ്, എനിക്കൊരു മാറ്റവുമില്ല, പഴയ പോലെ തന്നെ. ഹൈറ്റ് ഉണ്ട്, പിന്നെ ഞാൻ സ്ട്രോങ് ആണെന്ന് കാണിക്കാൻ ഒരു അപ്പിയറൻസും സെറ്റ് ചെയ്തിട്ടുണ്ട്. വഗൂരിനെ പോലെ ആവാൻ വേണ്ടി മുടി വരെ നീട്ടി വളർത്തി. പക്ഷേ ഞാൻ ഇപ്പോഴും മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു പേടിത്തൊണ്ടി തന്നെയാണ്. എനിക്കെന്നെ വെറുപ്പാണ്. ഈ ഇമോഷൻസൊക്കെ സുബരുവിന് താങ്ങാൻ പറ്റുന്നതിൻ്റെ അപ്പുറമായിരുന്നു. അവൾ വഗൂരിനോട് സോറി എന്നൊക്കെ പറഞ്ഞിട്ട് പൊട്ടിക്കരയുവാണ്. വഗൂരി പെട്ടെന്ന് അവളുടെ അടുത്തേക്ക് ചെന്നിട്ട് അവളുടെ കയ്യിൽ പിടിക്കും. ഏയ് സുബരു, നമ്മൾ ചെറുതായിരുന്നപ്പോൾ ചെയ്ത പോലെ ഫണ്ണായിട്ട് എന്തെങ്കിലും ഇപ്പോൾ ചെയ്താലോ. വഗൂരി എന്നിട്ട് ആ ക്ലൈംബിംഗ് ഫ്രെയിമിലൊക്കെ പോയി തൂങ്ങിക്കിടക്കുവാണ്. ദേ പണ്ടത്തെ പോലെയൊന്നും അല്ല കേട്ടോ, എനിക്കിപ്പോൾ ചെറുതായിട്ട് പേടിയാവുന്നുണ്ട്. സുബരുവിനോട് ജോയിൻ ചെയ്യാൻ പറയുന്നുണ്ടെങ്കിലും അവൾ അവിടെ തന്നെ നിൽക്കുവാണ്. സുബരു പറയുന്നുണ്ട്, നീ നല്ല ഡ്രസ്സൊക്കെ അല്ലേ ഇട്ടേക്കുന്നേ, അഴുക്കാവും. അപ്പോൾ വഗൂരി പറയും, പറഞ്ഞ പോലെ ഞാൻ ചെറുതായിരുന്നപ്പോൾ എപ്പോഴും എൻ്റെ ഡ്രസ്സൊക്കെ അലമ്പാക്കിയിട്ടായിരുന്നു തിരിച്ച് വീട്ടിലെത്തുന്നത്. അമ്മയുടെ കയ്യിൽ നിന്ന് നല്ല വഴക്കും കിട്ടുമായിരുന്നു. സുബരു, നീ ഓർക്കുന്നുണ്ടോ ഞാൻ ഇങ്ങനെ തൂങ്ങിക്കളിച്ചിട്ട് വീണ കാര്യം? നല്ല വേദന എടുത്തായിരുന്നു. എന്നിട്ട് നീ എന്നോട് പറഞ്ഞതെന്താന്ന് ഓർക്കുന്നുണ്ടോ? ചെറുപ്പത്തിലെ സുബരുവിൻ്റെ സീൻ കാണിക്കുവാണ്. സുബരു കരയുവാണ്. അയ്യോ വഗൂരി, മരിക്കല്ലേ, ആ പെയിനൊക്കെ എനിക്കിതാ, ഞാനെല്ലാം സഹിച്ചോളാം. ഇത് കേട്ടിട്ട് സുബരു വഗൂരിനോട് പറയും, പിന്നെ ഞാനങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല. വഗൂരി അപ്പോൾ സുബരുവിനെ വീണ്ടും വീണ്ടും കളിയാക്കിക്കൊണ്ടിരിക്കും. എന്നിട്ട് പറയും സുബരു പണ്ട് തൊട്ടേ കൈൻഡായിട്ടുള്ളൊരു കുട്ടിയായിരുന്നെന്ന്. പക്ഷേ സുബരു അത് നിഷേധിക്കും. സുബരു ഇങ്ങനെ സങ്കടത്തിൽ പറയുവാണ്, ഞാൻ ഒട്ടും കൈൻഡായിട്ടുള്ള ഒരാളല്ല,
ഞാൻ കാരണം നിനക്ക് പ്രശ്നങ്ങൾ മാത്രമേ വരാറുള്ളൂ. പിന്നെ നീ കൈൻഡ് ആയതുകൊണ്ടാണ് നീ എന്നെ ഇങ്ങനെ സഹിച്ച് അഡ്ജസ്റ്റ് ആക്കി പോകുന്നത്. സുബരുവിന് അവളെ തന്നെ ഇഷ്ടമല്ല. പെട്ടെന്ന് വകൂരി ചാടി എഴുന്നേറ്റിട്ട് പറയും, സുബരു, നീ പറഞ്ഞതൊന്നും ഫെയർ അല്ല. നീ ഇത്രയും നേരം ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നേ. നീ കൈൻഡ് അല്ലാന്നും ഞാൻ നിന്നെ സഹിക്കുവാന്നും. ഞാൻ നിന്നെ ചെറുപ്പം തൊട്ടേ കാണുന്നതല്ലേ, എനിക്ക് നിന്നെ ശരിക്കും അറിയാം. ഞാൻ അന്ന് ക്ലൈംബിംഗ് ഫ്രെയിമിൽ നിന്ന് വീണപ്പോഴാണെങ്കിലും എൻ്റെ കെയർലെസ് മിസ്റ്റേക്ക് ആയിരുന്നിട്ട് കൂടി നീ എന്നെ വഴക്ക് പറയുകയൊന്നും ചെയ്തില്ല. പക്ഷേ എനിക്ക് വേണ്ടി കരയുവാണ് ചെയ്തത്. കാര്യം നിന്നെ കരയിപ്പിച്ചപ്പോൾ എനിക്ക് സങ്കടം ഉണ്ടായി. എങ്കിലും നീ എന്നെപ്പറ്റി അത്രയും കെയർ ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി. സുബരു, നീയാണ് എൻ്റെ കൂടെ ഇത്രയും നാളുണ്ടായത്. വകൂരി പെട്ടെന്ന് സുബരുവിനെ കെട്ടിപ്പിടിച്ചിട്ട് പറയും, എനിക്ക് അത്രയും ഇഷ്ടമുള്ള സുബരുവിനെ നീ ഒരിക്കലും വെറുക്കരുത്. ഞാൻ നേരിട്ട് കാണുന്നത് മാത്രമേ വിശ്വസിക്കൂ. അതുകൊണ്ട് തന്നെ എൻ്റെ സുബരുവിനെ എനിക്ക് അത്രയും വിശ്വാസമാണ്. നീ നിന്നെ സ്നേഹിക്കാൻ തുടങ്ങുന്നത് വരെ ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും എനിക്ക് നിന്നെ എത്രമാത്രം ഇഷ്ടമാണെന്നും നീ എത്രമാത്രം കൈൻഡായിട്ടുള്ളൊരു കുട്ടിയാണെന്നും. വകൂരി അങ്ങനെ സുബരുവിനെ ചേർപ്പാക്കാൻ നോക്കുകയാണ്. സുബരു വിചാരിക്കുകയും ചെയ്യുന്നുണ്ട്, ആദ്യം കണ്ട ദിവസം തൊട്ട് അവൾ എന്നോട് ഇങ്ങനെ തന്നെയൊക്കെയാണ് പറയുന്നത്. സുബരുവിന് ഒരു സമാധാനമൊക്കെ ആവുന്നുണ്ട്. അവൾ ചെന്നിട്ട് വകൂരിനെ കെട്ടിപ്പിടിക്കും. ഞാൻ റിൻഡാരോനോട് പറഞ്ഞത് നീ കിക്കിയോലെ സ്കോളർഷിപ്പ് സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് തന്നെ ചിഡോറിന്ന് അവനെപ്പോലെയുള്ള ഒരാൾ ഇനി നിന്നെ മീറ്റ് ചെയ്യാൻ പാടില്ല എന്നാണ്. പക്ഷേ ഞാനിതാദ്യം നിന്നോട് ചോദിച്ചിട്ട് വേണമായിരുന്നു ചെയ്യാൻ. നിനക്കെന്താ തോന്നുന്നേ? അപ്പോൾ വകൂരി പറയും, സോറി സുബരു, എനിക്ക് റിൻഡാരോനെ ഇനിയും കാണണം. സുബരു അപ്പോൾ ചോദിക്കും, വകൂരി, ഞാൻ ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ, നിനക്ക് റിൻഡാരോനെ ഇഷ്ടമാണോ? അപ്പോൾ വകൂരി പറയുവാണ്, അതെ, എനിക്ക് അവനെ ഒത്തിരി ഇഷ്ടമാണ്. സുബരു അങ്ങനെ വകൂരിയുടെ ഫീലിങ്സ് അക്സെപ്റ്റ് ചെയ്യുവാണ്. എന്നിട്ട് അവൾ പറയും, ഞാൻ റിൻഡാരോനോട് നിന്നെ മീറ്റ് ചെയ്തെന്ന് പറഞ്ഞപ്പോൾ അവൻ എന്താ പറഞ്ഞതെന്നറിയോ? അവനത് പറ്റില്ലാന്ന്. ഇത് കേൾക്കുമ്പോൾ വകൂരിക്ക് ഒത്തിരി സന്തോഷമാവും. സുബരു ആലോചിക്കുവാണ്, എനിക്ക് എന്നെ തന്നെ ഇഷ്ടപ്പെടണമെങ്കിൽ കുറേ നാളെടുക്കുമെന്ന് തോന്നുന്നു. ഞാൻ കൈൻഡാണെന്ന് എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല. എനിക്ക് തോന്നുന്നത് ഞാനൊരു പതറ്റിക്കായിട്ടുള്ള ഒരാളാണെന്നാണ്. ഇങ്ങനെ എല്ലാം ആയിരുന്നിട്ടും വകൂരി എന്നോട് പറഞ്ഞു അവൾക്ക് എന്നെ ഇഷ്ടമാണെന്ന്. എന്നെ അവൾ ഇത്രയും കാലം വിശ്വസിച്ചു. സോ ഇനി എന്തൊക്കെ വന്നാലും ഞാനും വകൂരിനെ അതുപോലെ തന്നെ വിശ്വസിക്കും. എന്തൊക്കെ വന്നാലും ഞാൻ അവളുടെ കൂടെ തന്നെ കാണും. അങ്ങനെ ഒരു ദിവസം എനിക്ക് എന്നെ തന്നെ സ്നേഹിക്കാൻ കഴിയുമായിരിക്കും. അന്ന് നമുക്കൊരുമിച്ച് സന്തോഷത്തോടെ നടക്കാൻ പറ്റുമായിരിക്കും. അങ്ങനെ ഇവർ സംസാരിച്ചതിനൊക്കെ ശേഷം വീട്ടിലേക്ക് പോകുകയാണ്. അവരിങ്ങനെ പറയുന്നുണ്ട്, ഒത്തിരി ലേറ്റായല്ലേന്ന്. വകൂരി പറയും, അതെന്തായാലും സാരില്ല. കുറേ നാളായി ഞാൻ ക്രൈ ബേബി ആയ സുബരുവിനെ കണ്ടിട്ട്. എന്ത് കരച്ചിലായിരുന്നു. സുബരുവിന് ഇത് കേട്ടിട്ട് ആകെ ചമ്മലൊക്കെ ആയിട്ട് നിൽക്കുവാണ്. അങ്ങനെ അവർ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ വകൂരിക്ക് റിൻഡാരോൻ്റെ മെസ്സേജ് വരും. ഇനി റിൻഡാരോൻ്റെ സീൻ കാണിക്കുവാണ്. കടയിൽ അവൻ ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. വകൂരിനോട് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് അവനൊരു മെസ്സേജ് അയച്ചിരുന്നു. സുബരുവിനോട് എങ്ങനെയെങ്കിലും ഒന്നുകൂടി സംസാരിക്കണം. പക്ഷേ അവളെ റീച്ച് ചെയ്യാൻ യാതൊരു വഴിയില്ല. പിന്നെ ആകെയുള്ള വഴി വകൂരിനോട് നേരിട്ട് ചോദിക്കാന്നുള്ളതാണ്. വകൂരി നേരത്തെ ഒരു മെസ്സേജ് അയച്ചിട്ട് ഞാനതിന് റിപ്ലൈ ഒന്നും ചെയ്തില്ലായിരുന്നു. ഇപ്പോൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ പ്രശ്നം ഉണ്ടാവുമോ എന്തോ. പിന്നെ സുബരുവിനാണെങ്കിൽ ഇത് വകൂരി അറിയുന്നതിനോട് താല്പര്യവും ഇല്ലായിരിക്കും. ഞാനപ്പം ഇനി എങ്ങനെയാണ് അവളോട് ചോദിക്കുന്നേ? മെസ്സേജ് കിട്ടിക്കഴിയുമ്പോൾ തന്നെ വകൂരി റിൻഡാരോനെ വിളിക്കും. അവനവളോട് സോറിയൊക്കെ പറയുന്നുണ്ട്, നേരത്തെ മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ ഒന്നും ആക്കാത്തതിൽ. അവൾ പറയും, അത് സാരില്ല, ഞാനും ചിലപ്പോൾ റെസ്പോണ്ട് ചെയ്യാനൊക്കെ മറന്നു പോകാറുണ്ട്. പിന്നെ നിനക്കെന്തോ ചോദിക്കണം എന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ അവൻ പറയും, എനിക്ക് സുബരുവിനെ ഒന്ന് കോണ്ടാക്റ്റ് ആക്കാൻ വല്ല വഴിയുമുണ്ടോ? ഒരു കാര്യം ഡിസ്കസ് ചെയ്യാനായിരുന്നു. അപ്പോൾ വകൂരി സുബരു അടുത്തുണ്ടെന്ന് പറഞ്ഞ് അവൾക്ക് ഫോൺ കൊടുക്കും. റിൻഡാരോ ആകെ സർപ്രൈസ്ഡ് ആയിട്ട് നിൽക്കുവാണ്. എന്നിട്ട് അവൻ സുബരുവിനോട് പറയും, എനിക്ക് കഫേയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമില്ലേ, അതിനെപ്പറ്റി പറയാനായിരുന്നു. അപ്പോൾ സുബരു പറയും, നമുക്കെന്നാ നാളെ സ്കൂൾ കഴിഞ്ഞ് മീറ്റ് ചെയ്യാം. ഇനി പിറ്റേ ദിവസത്തെ സീനാണ്. റിൻഡാരോ സുബരുവിനെ മീറ്റ് ചെയ്യുവാണ്. റിൻഡാരോ സുബരുവിനോട് ചോദിക്കുന്നുണ്ട്, നമ്മൾ ആക്ച്വലി യൂണിഫോമിലായതുകൊണ്ട് ഇങ്ങനെ മീറ്റ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പം എന്തെങ്കിലും ഉണ്ടോ? സുബരു പറയും, അത് കുഴപ്പമൊന്നുമില്ലെന്ന്. അവനോട് അവൾ ചോദിക്കുവാണ് എന്താണ് അവന് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നതെന്ന്. അവൻ ചോദിക്കും, വകൂരിനെ മീറ്റ് ചെയ്യാൻ നിന്റെ സമ്മതം കിട്ടണമെങ്കിൽ ഞാൻ എന്താ ചെയ്യണ്ടേ?
അപ്പോൾ സുബരു പറയും, ഞാൻ വഗൂരിയുടെ അമ്മയല്ല എന്നുള്ള കാര്യം നീ മറക്കണ്ട കേട്ടോ. അപ്പോൾ റിൻഡാരോ ചാടിക്കയറി പറയും, അയ്യോ ഞാനതല്ല ഉദ്ദേശിച്ചത്. അന്ന് നമ്മൾ സംസാരിച്ചപ്പോൾ എനിക്ക് പറയാനുള്ളതെല്ലാം ഞാൻ പറഞ്ഞില്ല എന്നൊരു തോന്നൽ. നീ പറഞ്ഞതെല്ലാം എനിക്ക് മനസ്സിലാവും. കിക്കിയോയും ചിഡോറിയും തമ്മിൽ ഒരിക്കലും ചേരില്ല. ഞങ്ങൾ മീറ്റ് ചെയ്താൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ എനിക്ക് സ്റ്റിൽ വഗൂരിനെ മീറ്റ് ചെയ്യാൻ തന്നെയാണ് ആഗ്രഹം. എന്നാൽ ഞാൻ കാരണം അവൾക്കൊരു പ്രശ്നങ്ങളും ഉണ്ടാവരുത്. അതുകൊണ്ടാണ് ഞാൻ നിൻ്റെ അടുത്ത് ചോദിച്ചത് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന്. സുബുരു പറയും, സത്യം പറഞ്ഞാൽ നീ ഇപ്പോൾ ഇങ്ങനെ ചോദിക്കേണ്ട കൂടി കാര്യമില്ല. ഞാൻ നിന്നോട് മീറ്റ് ചെയ്യരുതെന്നൊക്കെ പറഞ്ഞത് തന്നെ എൻ്റെ സെൽഫിഷ് ഫീലിംഗ് മാത്രമായിരുന്നു. പിന്നെ നിൻ്റെ ആൻസർ നീ ഇന്നലെ തന്നെ പറഞ്ഞല്ലോ. ഞാൻ അത്രയും മോശമായിട്ടൊക്കെ പറഞ്ഞിട്ടും നിനക്കെന്നോട് ദേഷ്യമൊന്നും തോന്നുന്നില്ലേ? സുബുരുവിനെ സർപ്രൈസ്ഡ് ആക്കിക്കൊണ്ട് റിൻഡാരോ പറയും, അവനിക്ക് ദേഷ്യമൊന്നും ഇല്ലാന്ന്. നീ വഗൂരിനെ പറ്റി ഒത്തിരി കെയർ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. അന്ന് അത്രയും സീരിയസ് ആയിട്ടൊക്കെ പറഞ്ഞപ്പോൾ ഞാനും വല്ലാണ്ടായിപ്പോയി. പക്ഷേ ഒരാളെ ഇത്രയും കെയർ ചെയ്യണമെങ്കിൽ അത് വലിയ കാര്യം തന്നെയാണ്. സോ എനിക്ക് മനസ്സിലായി നീ വളരെ കൈൻഡായിട്ടുള്ള ഒരാളാണെന്ന്. അതുകൊണ്ടാണ് നിന്നോട് അഭിപ്രായം ചോദിക്കാൻ വന്നത്. നീ വഗൂരിനെ അത്രയ്ക്കും ട്രഷർ ചെയ്യുന്നതുകൊണ്ട് തന്നെ നിൻ്റെ ഫീലിങ്സിനെ എനിക്ക് ഇഗ്നോർ ചെയ്യാൻ പറ്റില്ല, പ്രത്യേകിച്ച് ഈ കാര്യത്തിൽ. അവൻ്റെ ഈ ഒരു അപ്രോച്ച് സുബുരു ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല. അവൾ വിചാരിക്കുകയാണ്, വഗൂരി നീ കറക്റ്റ് ആളെ തന്നെയാണ് ഇഷ്ടപ്പെട്ടത്. അവനോട് അങ്ങനെയൊക്കെ അന്ന് പറഞ്ഞതോർത്ത് സുബുരുവിന് കുറ്റബോധം തോന്നുന്നുണ്ട്. അവൾ പറയും, ഞാൻ ആക്ച്വലി കഫേയിൽ വെച്ച് നടന്നതെല്ലാം വഗൂരിനോട് പറഞ്ഞായിരുന്നു. എല്ലാം പറഞ്ഞെന്ന് കേൾക്കുമ്പോൾ അവനാകെ ഷോക്കായിട്ട് നിൽക്കുവാണ്. അവൻ പറഞ്ഞതെല്ലാം വഗൂരി ഇനി പറഞ്ഞു കാണില്ലേ? സുബുരു പറയുവാണ്, നിങ്ങൾ മീറ്റ് ചെയ്യുമ്പോൾ സ്കൂളിൻ്റെ അടുത്തൊന്നും വെച്ച് മീറ്റ് ചെയ്യാതിരുന്നാൽ മതി. അതുമാത്രം ശ്രദ്ധിച്ചാൽ മതി. വേറെ കുഴപ്പമൊന്നുമില്ല. എനിക്കും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ബോൾ വന്ന് അവൻ്റെ മേത്തേക്ക് ഇടിക്കും. ആ ബോൾ അന്വേഷിച്ച് ഒരു കുട്ടി അവരുടെ അടുത്തേക്ക് ഓടി വരും. ഈ കുട്ടി അവർ കഫേയിൽ വെച്ച് കണ്ട കുട്ടിയായിരുന്നു. ആ പയ്യനാണെങ്കിൽ റിൻഡാരോനോട് ഓക്കെ ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. റിൻഡാരോ ഓക്കെ ആണെന്ന് പറയുമ്പോൾ അവൻ വീണ്ടും ചോദിക്കും, നിങ്ങൾ രണ്ടുപേരും ലാസ്റ്റ് ടൈമും ഒരുമിച്ചായിരുന്നല്ലോ, നിങ്ങളപ്പോൾ ഭയങ്കര ഫ്രണ്ട്സ് ആണല്ലേ? ഇത് കേട്ടിട്ട് രണ്ടുപേരും കിളി പോയി ഇരിക്കുവാണ്. ഏയ് ഞങ്ങൾ അങ്ങനെ ഫ്രണ്ട്സൊന്നുമല്ല. അപ്പോൾ ആ പയ്യൻ ചോദിക്കും, ഫ്രണ്ട്സ് അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നേ? നിങ്ങൾ എന്തായാലും ക്ലോസ് ഫ്രണ്ട്സ് തന്നെയാണ്. പിന്നെ അവൻ്റെ ഫ്രണ്ട്സ് ഇവനെ വിളിക്കുന്നതുകൊണ്ട് അവൻ ഇവരോട് ബായി ഒക്കെ പറഞ്ഞിട്ട് കളിക്കാൻ പോവുകയാണ്. ഫ്രണ്ട്സ് അവനോട് ചോദിക്കുന്നുണ്ട്, റിൻഡാരോനോട് സംസാരിക്കാൻ പേടിയാവുന്നില്ലേ എന്നൊക്കെ. പക്ഷെ അവൻ പറയും അവർ ഭയങ്കര നൈസാന്നൊക്കെ. സുബരു പറയും, നമ്മളെ ഫ്രണ്ട്സൊന്നും വിളിക്കാറായിട്ടില്ലാലേ. റിൻഡാരോയും സമ്മതിക്കുന്നുണ്ട്. അവളിങ്ങനെ മനസ്സിലാലോചിക്കുകയാണ്, എനിക്ക് എന്നെ തന്നെ സ്നേഹിക്കാൻ പറ്റുന്ന ഒരു ദിവസം. എന്നിട്ട് അവൾ റിൻഡാരോനോട് പറയും, അങ്ങനെ ഒരു ദിവസം നീ എൻ്റെ ഫ്രണ്ടാകുമോ? അവനാണെങ്കിൽ ആകെ സർപ്രൈസ്ഡ് ആയിട്ട് പോവും. അവനൊന്നും മനസ്സിലാവുന്നില്ല. അവൻ ചോദിക്കുന്നുണ്ട്, ഞാൻ പക്ഷെ ചിഡോറിന്നല്ലേ? അവൾ പറയും അവൾക്ക് അതൊക്കെ അറിയാമെന്ന്. റിൻഡാരോ ചോദിക്കും, ശരിക്കും എന്തെങ്കിലും സംഭവിച്ചോ? സുബരു ചിരിച്ചോണ്ട് പറയും, അതൊരു സീക്രട്ടാണ്. അങ്ങനെ നമ്മുടെ എപ്പിസോഡ് 6 തീർന്നിരിക്കുകയാണ്. വളരെ വൾണറബിൾ ആയിട്ടുള്ള ഒരു സുബരുവിനെയാണ് നമ്മൾ ഈ എപ്പിസോഡിൽ കണ്ടത്. വരുന്ന എപ്പിസോഡുകളിൽ സുബരുവിന് അവളെ തന്നെ സ്നേഹിക്കാൻ പറ്റട്ടെ. ഇനി എപ്പിസോഡ് 7 നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.